നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം എന്നും പതിവ് പോലെ നമുക്കങ്ങനെ ഒരു അവസരം ലഭിച്ചു. നമ്മുടെ രക്ഷിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ നിറവിൽ പിതാവായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ തന്നെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 28-ന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഹോഹോ, യുദ്ധവീരനായ ദാവീദ് ഒരാട്ടിടയനും പാട്ടുകാരനും സംഗീതജ്ഞനുമായിരുന്നു. അവൻ യഹോവയാൽ അഭിഷിക്തനായ ഒരു മഹാരാജാവും ആയിരുന്നു. എന്നാലും ദാവീദ് ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്താണ് പറയുന്നത്? ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എത്ര താഴ്മയാണ്, എത്ര വിനയമാണ്! ദാവീദിൻ്റെ പാട്ടുകളും പ്രാർത്ഥനകളും ആരാധനയും നിറഞ്ഞ സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞ കവിക മാത്രമല്ല, ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിപ്പാനും പാടുവാനും ആരാധിപ്പാനും നാം പ്രാപ്തരായിത്തീരുന്നു എന്നത് അനുഗ്രഹമാകുന്നു. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ വാക്കുകളും പാട്ടുകളും ആരാധനയും നാം ഉരുവിടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദാവീദിൻ്റെ അനുഭവം, ഹൃദയം, മനസ്സ്, ജീവിതം എല്ലാം നമ്മുടെ ജീവിതമായി രൂപാന്തരം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദാവീദിനെക്കുറിച്ച് ദൈവം അരുളി ചെയ്ത ഒരു വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 13:22 കാണുന്നു. ഞാൻ യിശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. ദാവീദിനെക്കുറിച്ച് അവൻ്റെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന സാക്ഷ്യം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും പറയാനിടയായാൽ മാത്രമേ നമുക്ക് ദാവീദിൻ്റെ പാട്ടുകളും പ്രാർത്ഥനയും ആരാധനയും അനുകരിക്കാൻ സാധിക്കുകയുള്ളൂ. നാം അങ്ങനെയാകുന്നുവോ? നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ വാക്യങ്ങളുടെ ആശയം മുഴുവനും വിവരിപ്പാൻ സമയം പോരാ. അതിനുള്ള യാതൊരു കഴിവും ഈ പ്രാണിയായ എനിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്കത് പൊരുൾ തിരിച്ചു തരുന്നത് കൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാം, ചിന്തിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് നാം കർത്താവിനെ ആരാധിക്കുന്നത്? അവൻ നമ്മുടെ പ്രാർത്ഥനകളെ, യാതനകളെ, നിലവിളികൾ കേട്ട് നമ്മെ സഹായിക്കുന്നുണ്ടാകുന്നുവോ? അവൻ നമ്മുടെ ബലമായിരിക്കുന്നതുകൊണ്ടാകുന്നുവോ? അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നാം അവൻ്റെ പുത്രിപുത്രന്മാരായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ ലഭിച്ച മഹാഭാഗ്യം. ആ ദൈവമക്കൾ നമ്മുടെ പിതാവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുക എന്നത് പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാകുന്നു. നമ്മുടെ ഹൃദയം അവനിൽ മാത്രം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കുമ്പോൾ നാം പാട്ടോടും സ്തോത്രത്തോടും കൂടെ അവനെ ആരാധിപ്പാനിടയാകും. രക്ഷിക്കപ്പെട്ട ദൈവജനം ദൈവമക്കളാകുന്നു. വ്യക്തികളായും സഭയായും നാം ദൈവത്തിൻ്റെ ബലം ധരിക്കുമ്പോൾ നമ്മുടെ വിലാപം നൃത്തമായി രൂപാന്തരം പ്രാപിച്ച് ഉല്ലാസത്തോടും ജയത്തോടും സ്തുതി സ്തോത്രങ്ങളോടും കൂടെ നാം അവനെ പാടി സ്തുതിച്ച് ആരാധിക്കുവാനിടയാകുന്നു. കാരണം നമ്മുടെ ഹൃദയം സർവശക്തനായ ദൈവത്തിന് പൂർണ്ണമായി ആശ്രയിച്ച് അവനെ മാത്രം ശരണപ്പെടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമായി മാറുന്ന ആ അനുഭവം ഓരോ ദൈവമക്കളിൽ നിറഞ്ഞു കവിയുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ഉല്ലസിച്ച് ആനന്ദിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ ആരാധനയാണ്, അങ്ങനെയുള്ള ഒരു ആരാധനയാണ് നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ദൈവാശ്രയവും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന സന്തോഷമാകുന്ന യഥാർത്ഥ സന്തോഷം, അത് ഈ ലോകത്തിലെ യാതൊന്നിനും സന്തോഷം നൽകാൻ സാധ്യമല്ല. അവയെല്ലാം ലോകം തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാകുന്നു. എന്നാൽ ദൈവം നൽകുന്ന ആനന്ദം, സന്തോഷം നിത്യാനന്ദമാകുന്നു. കാരണം പാപാന്ധകാരത്തിൽ സാത്താൻ്റെ അടിമകളായി യാതൊരു സന്തോഷമോ സ്വാതന്ത്ര്യമോ സമാധാനമില്ലാതെ കിടന്നിരുന്ന നമ്മെ തൻ്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് വിടുവിച്ച് രക്ഷിച്ച് സ്വതന്ത്രരാക്കി സ്വർഗീയ അവകാശികളാക്കി തീർത്ത ആ ദൈവകൃപയെയും
ദൈവസ്നേഹത്തെയും ആ സ്നേഹവാത്സല്യത്തെയും ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സന്തോഷമാണ് നമ്മുടെ അധരവനമാകുന്ന സ്തുതി സ്തോത്രയാഗമായി പരിണമിക്കുന്നത്. ലോകമക്കൾക്കത് മനസ്സിലാകുകയില്ല. ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്ന ദൈവിക സന്തോഷം അതാകുന്നു നെഹമ്യാവ് തൻ്റെ ജനത്തോട് പറഞ്ഞത്. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്ന സ്വർഗീയ സന്തോഷം. ദൈവം നമ്മുടെ ബലവും പരിചയം സങ്കേതവും കോട്ടയുമായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം ഉല്ലസിച്ച് ആനന്ദിച്ച് പാടുവാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ബലവും പരിപാലനവും പ്രാപിച്ച ദൈവമക്കൾ എത്രയോ ഭാഗ്യശാലികൾ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ ശക്തിയേറിയ യഹോവയുടെ സന്തോഷം, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ അവകാശമായി തിരഞ്ഞെടുത്ത ജനവും എത്ര ഭാഗ്യമുള്ളവർ എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. അവൻ അവകാശമായി തിരഞ്ഞെടുത്ത ജനം എത്ര ഭാഗ്യമുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ ദയയാലും കരുണയാലും സ്നേഹവാത്സല്യത്താലും നിത്യം പരിപാലിക്കപ്പെടുന്ന നാം എത്രയോ ഭാഗ്യശാലികൾ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജനവും അവകാശികളുമായി തീർന്നിരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും മഹത്വം കൊണ്ടോ വീര്യപ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടോ ആകുന്നുവോ? ഒരിക്കലുമല്ല. ദൈവകൃപയാൽ മാത്രം, ദൈവത്തിൻ്റെ വിലയേറിയ വിശ്വാസത്താൽ മാത്രം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാത്രം. എത്ര ഭാഗ്യം! എന്നോർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ ഒക്കുമോ? ഞായറാഴ്ച മാത്രം ആരാധിച്ച് സംതൃപ്തരാകാൻ ഒക്കുമോ? നാൾതോറും മാത്രതോറും ഇടപെടാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ കേൾപ്പാൻ കൊതിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനും കർത്താവും രക്ഷിതാവും നമ്മുടെ സർവസ്വമായ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മ നിറവിലും ശക്തിയാലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ഹൃദ്യമായ ആരാധന മാത്രമേ നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ. മഹാരാജാവായ ദാവീദ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ വരുമ്പോൾ എളിയവനും ദരിദ്രനും എന്ന മനോഭാവത്തോടെയാണ് വരുന്നത്. ആ മഹോന്നതനായ ദൈവത്തെ ആരാധിക്കുന്നത് താഴ്മയോടും വിനയത്തോടുമുള്ള ഹൃദയത്തോടെ മാത്രമായിരുന്നു. അതുപോലെയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ പിതാവ് സ്വീകരിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ താഴ്മയോടും വിനയത്തോടും കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പരിശുദ്ധാത്മ നിറവിൽ സാഷ്ടാംഗം വീണ് അവൻ്റെ പാദങ്ങളെ മുത്തം ചെയ്ത് നമ്മുടെ ഹൃദയമാകുന്ന നിക്ഷേപപാത്രങ്ങളെ തുറന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന സുഗന്ധവർഗ്ഗങ്ങളെ അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആരാധനകൾ ദൈവം പ്രസാദിക്കുന്ന ആരാധനകളായി മാറട്ടെ. അന്യചിന്തകളെല്ലാം മാറ്റി ഞങ്ങളുടെ ഹൃദയം ഏകാഗ്രതയോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു മൂലം പരിശുദ്ധാത്മാ നിറവിൽ തന്നെ നമ്മുടെ ആരാധന, സ്വർഗം സന്തോഷിക്കുന്ന ആരാധന, നമ്മുടെ ആരാധനകൾ കാണുന്നവർ, പുറമേ നിന്ന് കാണുന്നവർ ഈ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയുവാൻ തക്ക ഒരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ആരാധനയായി തീരട്ടെ. നമ്മുടെ പിതാവ് മാത്രമല്ല, സ്വർഗീയ സൈന്യം മുഴുവനും കുനിഞ്ഞു നോക്കിക്കൊണ്ട് എത്ര നല്ല ആരാധന, എത്ര ഹൃദ്യമായ ആരാധന, അതൊരു സുഗന്ധവർഗമായി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ സ്വർഗം മുഴുവൻ ആ മണം, ആ സൗരഭ്യം തൂകുന്ന ആരാധന ആയി തീരുമ്പോൾ അത് മനോഹരമായി തീരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ സൗരഭ്യം തൂകുന്ന ഒരു ആരാധന കഴിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.